വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. നമ്മളിനി റിയാക്റ്റിന്റെ പ്രോപ്സിലുള്ള ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ഈ ഒരു ഡിസൈൻ ഇഷ്യൂ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. എലമെന്റ്സിന്റെ പ്ലേസ്മെന്റ് കറക്റ്റ് ആയിട്ടില്ല, താഴെയാണ് വരുന്നത്, സൈഡ് ബാറിന്റെ താഴെയായിട്ടാണ് വന്നത്. അത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം. ഈ ഒരു പ്രോബ്ലം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ലേഔട്ടിന്റെ ഉള്ളിൽ നമുക്ക് സൈഡ് ബാറിനെ മെയിൻ കണ്ടന്റിനെ ഒരു ഡിവില് പ്ലേസ് ചെയ്യണം. കാരണം ഇപ്പൊ ഈ സൈഡ് ബാർ ഒരു ഡിവ് ആണ്. അപ്പൊ ആ ഒരു ഡിവ് എന്ന് പറയുന്നത് എന്റെ റോ യൂസ് ചെയ്യും, അതുകൊണ്ടാണ് അടുത്ത കണ്ടന്റ് താഴോട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡിവ് പ്ലേസ് ചെയ്യണം. ഡിവ് പ്ലേസ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലാക്കി സൈഡ് ബാർ, എന്നിട്ട് ഈ ഡിവിന് ഒരു ക്ലാസ് കൊടുക്കാണ്. ക്ലാസ് നെയിം ബൂട്ട്സ്ട്രാപ്പിന്റെ ക്ലാസ് നെയിം ആണ് ഡി ഫ്ലെക്സ്, അതായത് ഡിസ്പ്ലേ ഫ്ലെക്സ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് കൊടുത്തു. ഈ സൈഡ് ബാർ ഇവിടെ കൊടുത്ത് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഡിവ് കൂടെ കൊടുക്കാണ്. കണ്ടെയ്നർ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു ഡിവ് കൂടെ കൊടുക്കാം. ഇവിടെ നമ്മൾ മെയിൻ ലേഔട്ടിൽ നാവ് ബാറും സൈഡ് ബാറും പ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞ് ഡിവ് ഇട്ടു കണ്ടെയ്നർ ഫ്ലൂയിഡ്. ആ ഒരു കണ്ടെയ്നർ ഫ്ലൂയിഡിന്റെ ഉള്ളിലാണ് നമുക്ക് കണ്ടന്റ്സ് പ്ലേസ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് റിയാക്റ്റിൽ പ്രോപ്സ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമ്മളിവിടെ ഡാഷ്ബോർഡ് ഫയൽ വന്നിട്ട് അവിടെ നമ്മൾ മെയിൻ കമ്പോണന്റ് യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ കമ്പോണന്റ് യൂസ് ചെയ്യുമ്പോൾ അത് ക്ലോസ് ചെയ്യാതെ, സെൽഫ് ക്ലോസിങ് ചെയ്യാതെ അതിന്റെ ഉള്ളിൽ കണ്ടന്റ് പേസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്കത് ക്ലോസ് ചെയ്യാം. ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഒന്ന് നോക്കാം കണ്ടന്റ് വരുമോ ഇല്ല എന്നുള്ളത്. നമ്മളിവിടെ ഡാഷ്ബോർഡ് പേജിലേക്ക് പോവാണ്. ഡാഷ്ബോർഡ് പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടന്റ്സ് ഒന്നും കാണാൻ പറ്റുന്നില്ല, ആ ഒരു ഇന്നർ കണ്ടന്റ് വന്നിട്ടില്ല. ഇനി നമുക്ക് റിയാക്റ്റിന്റെ പ്രോപ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമ്മളിവിടെ മെയിനിൽ വന്നിട്ട് എന്തൊക്കെ പ്രോപ്സ് ആണ് കിട്ടിയെന്നുള്ളത് നോക്കാം. പ്രോപ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്സ് എന്ന് പറയുന്ന ആർഗ്യുമെന്റ് ആ ഒരു ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്യാം, അതായത് ആ കമ്പോണന്റിൽ. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും പ്രോപ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. console.log പ്രോപ്സ് നമ്മൾ ആട്രിബ്യൂട്ട് ആയിട്ട് ഒന്നും പാസ് ചെയ്യുന്നില്ല, പകരം ഇന്നർ കമ്പോണന്റ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. അതായത് സാധാരണ പ്രോപ്സ് നമ്മൾ എങ്ങനെയാണ് നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഈ ഒരു പാരാമീറ്റർ ആയിട്ട് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് ആയിട്ട് പാസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോപ്സിൽ ആക്സസ് ചെയ്യുന്നത്. ഇനി ഇവിടെ അങ്ങനെയല്ലാതെ ഒരു ചൈൽഡ് ഇന്നർ കമ്പോണന്റ് ആയിട്ട് ഒരു ചൈൽഡ് എലമെന്റ് ആയിട്ട് എങ്ങനെ പാസ് ചെയ്യുന്നുള്ളത് നോക്കാം. നമ്മൾ കൺസോൾ ചെക്ക് ചെയ്യാം, അവിടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. കൺസോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഒബ്ജക്റ്റ് കാണുന്നുണ്ട്, അതിൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞ് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ചിൽഡ്രൻ എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ആ ഒരു മെയിൻ കമ്പോണന്റിൽ വന്നിട്ട് ഈ ഒരു കണ്ടെയ്നർ ഫ്ലൂയിഡിന്റെ ഉള്ളിൽ വരാം. കണ്ടെയ്നർ ഫ്ലൂയിഡിന്റെ ഉള്ളിൽ വന്നിട്ട് ഇവിടെ നമ്മൾ റിയാക്റ്റിന്റെ കർലി ബ്രേസ് കൊടുത്തു. അതിന്റെ ഉള്ളിൽ props.children കൊടുത്തു. അപ്പൊ നമുക്ക് ആ ഒരു ചൈൽഡ് എലമെന്റ് നമുക്ക് ഇവിടെ റെൻഡർ ആയിട്ട്. ഇനി ഇതേ മെത്തേഡ് തന്നെ ബാക്കിയുള്ള എലമെന്റ്സിനെ കൂടെ ചെയ്യാം. നമ്മൾ ആ കണ്ടന്റ് മെയിൻ കമ്പോണന്റിന്റെ ഉള്ളിലേക്ക് ഒരു ചൈൽഡ് എലമെന്റ് ആയിട്ട് കൊടുക്കുകയാണ്. ലൈബ്രറിയിൽ ഒന്നു. അപ്പൊ നമ്മൾ എല്ലാ പേജസും നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ പേജ് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്യുമ്പോൾ ഒരു ലോഗോന്റെ ഇഷ്യൂ ഉണ്ട്. ആ ലോഗോ നമ്മൾ ആ ഒരു ഫയലിൽ കറക്റ്റ് ചെയ്താൽ മതി. നമ്മൾ ആ ലോഗോ ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല. പബ്ലിക്കിൽ വന്നിട്ട് ഇൻഡെക്സിൽ നമ്മളൊരു ലോഗോ ഫയൽ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ലോഗോ ഫയൽ റിമൂവ് ചെയ്യണം. അതേപോലെ ഈ റിയാക്ട് ആപ്പ് എന്ന് പറയുന്ന ടൈറ്റിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. ഇവിടെ നമ്മൾ വൺ സ്കൂൾ ആക്കി. ഡാഷ്ബോർഡ്, സ്റ്റുഡന്റ്, സ്റ്റാഫ്, അക്കൗണ്ട്, ലൈബ്രറി. ഇനി ഇവിടെ ലോഗോ വേറൊരു ഫയലിൽ നിന്ന് കൂടെ ലോഡ് ചെയ്യുന്നുണ്ട്. manifest.js ഫയലില് നമ്മൾ ആ മാനിഫെസ്റ്റ് ഫയൽ കൂടെ റിമൂവ് ചെയ്യണം. ഇപ്പൊ നമുക്ക് എറേഴ്സ് ഒന്നുമില്ല, പേജ് പ്രോപ്പറായി വർക്കിംഗ്. ഇങ്ങനെയാണ് റിയാക്ട് റൗട്ടർ ഉപയോഗിച്ച് നാവിഗേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്.